കാവിലമ്മേ, ഒരു കാലനെ കൊണ്ട് ഞാൻ തോറ്റ്. 10 പൈസ എവിടെയും വെക്കാൻ സമ്മതിക്കൂല. അപ്പൊ അത് ഇസ്കിക്കോളും. എന്റെ ഒരു തലവര. അമ്മണി ചേച്ചി ഇന്ന് കളിപ്പിലാണല്ലോ. എന്ത് പറ്റി ചേച്ചി? ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാടി കൊച്ചേ? വീട്ടിലൊരു മാരണം ഉണ്ടല്ലോ, എന്റെ കെട്ടിയോൻ. മര്യാദയ്ക്ക് അയാളൊരു പണിക്കും പോകൂല. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്ന കാശ് എവിടെ കൊണ്ടുവച്ചാലും അത് കട്ടോണ്ട് പോയി കള്ളു കുടിക്കും. ഓ, എൻ്റെ വീട്ടിൽ ഒരു വേട്ടാവളി ഉണ്ടല്ലോ, അത് ഇതുപോലെ തന്നെ. പിന്നെ കള്ളും കുടിച്ചിട്ട് വന്ന എൻ്റെ കയ്യിൽ നിന്ന് 2 തൊഴിയിട്ടാതെ അതിന് ഉറക്കം വരില്ല. അപ്പോൾ ഞാൻ കല്യാണം കഴിക്കാത്തത് എന്റെ ഭാഗ്യം. ഒരു കണക്കിന് അതും ഭാഗ്യമായി കൊച്ചേ. ഈ വയ്യാവേലിയൊക്കെ എടുത്ത് തലയിൽ വെച്ചാ തള്ളാനും കൊള്ളാനും വയ്യാതെ നമ്മൾ കിടന്ന് അനുഭവിക്കണം. ദേവി ചേച്ചിയും കല്യാണിയും കാണുന്നില്ലല്ലോ. ഇവരൊക്കെ എവിടെ പോയി ഇരിക്കുവാണോ എന്തോ. അവർ ഇന്നലെ ബാങ്കിൽ പോകുമെന്ന് പറഞ്ഞിരുന്നല്ലോ. മൈക്രോ ഫിനാൻസിൽ നിന്ന് ലോൺ കിട്ടുമത്രേ. അയ്യോ, അതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൂടെ പോയേനെ. എനിക്ക് ഇത്തിരി കാശിന് അത്യാവശ്യം ഉണ്ടായിരുന്നു. നിനക്ക് കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുക്കാൻ മേലായിരുന്നോ? ഓ, ഇപ്പൊ തന്നെ എടുത്തത് തന്നെ കുടിശ്ശിയായി കിടക്കുന്നു. 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ലടി. മൈക്രോ ഫിനാൻസിൽ പോയവർ വരുന്നുണ്ടല്ലോ. ലോൺ ശരിയായെന്നാ തോന്നുന്നത്. ലക്ഷണം കണ്ടിട്ട് ലോൺ കിട്ടിയ കോളുണ്ടല്ലോ. എന്താ ദേവി ചേച്ചി, മുഖത്തൊരു തെളിച്ചമില്ലല്ലോ? ഇന്നലെ പോയ കാര്യം നടന്നില്ലേ? ഓ, എവിടെ നിന്ന് നടക്കാൻ? അവിടെ മക്കാനെ പോലെ ഇരിക്കുന്ന ഒരു മാനേജർ ഉണ്ട്. അയാൾ എന്തൊക്കെയോ കുണ്ടാമണ്ടികൾ പറയണ്. എൻ്റെ പെണ്ണിന് ഫീസ് അടയ്ക്കാൻ ഞാൻ ഇനി എവിടുന്ന് കാശുണ്ടാക്കും എൻ്റെ ഭഗവതി? നിന്റെ കയ്യിൽ പൈസ വല്ലതും ഇരിപ്പുണ്ടോടി മഞ്ജുളേ? എന്റെ കയ്യിൽ എവിടുന്നാ ചേച്ചി? ഈ തൊഴിലുറപ്പിൽ നിന്ന് കിട്ടുന്നത് തന്നെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ തികയൂല. അല്ല, നേരം ഇത്രയും ആയിട്ടും നിങ്ങൾ ആരും പണിക്കിറങ്ങിയില്ലേ? എവിടെ മേറ്റ് എവിടെ? ആ മാറ്റിനെ തിരക്കിയാ നമ്മളിവിടെ നിൽക്കണത്. ഇന്ന് ആരുടെ പറമ്പിലാണോ എന്തോ മാന്തല്, അവർക്കല്ലേ അറിയൂ. ഇത്രയും ഉത്തരവാദിത്തമില്ലാത്തൊരു സ്ത്രീ, അവർക്കെതിരെ പരാതി കൊടുത്താലേ പറ്റൂ. ഞങ്ങളെ പോലെ അവരും പ്രാരാബ്ധകാരിയല്ലേ മെമ്പറേ? മെമ്പറെ, കമ്മല് പുതിയതാണോ? ആ, പുതിയതാ. എന്ത് പറഞ്ഞാലും നിങ്ങൾക്കെല്ലാം ഓരോ പ്രാരബ്ധങ്ങളാണ്. എന്ന് തീരും ഈ പ്രാരബ്ധങ്ങളൊക്കെ? അതൊന്നും പറഞ്ഞാൽ മെമ്പറിന് മനസ്സിലാവൂല. മെമ്പറിനൊക്കെ സർക്കാരിൽ നിന്ന് കൃത്യമായി ശമ്പളം കിട്ടുന്നുണ്ടല്ലോ. മെമ്പർ സാരി നന്നായിരിക്കുന്നു. മഞ്ജുളെ, ഇവരുടെ കൂട്ടത്തിൽ കുറച്ച് പഠിപ്പവും വിവരമുള്ളവളല്ലേ നീ? സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ധാരാളം പദ്ധതികളും അവസരങ്ങളും ഉള്ള കാര്യം നിനക്കെങ്കിലും ഓർത്തുകൂടെ? പദ്ധതികളൊക്കെ പലതും ഉണ്ടാവും, പക്ഷേ അണ്ടിയോട് എടുക്കുമ്പോ അറിയാം മാങ്ങയുടെ പുളിപ്പ്. അതും നേരാ. ഏതാണ്ട് പദ്ധതിയിൽ ലോൺ കിട്ടുമെന്ന് പറഞ്ഞു പോയിട്ട് ശരിയാകാഞ്ഞിട്ടാ ഞങ്ങളിപ്പോ വന്നേ. നിങ്ങൾക്കൊക്കെ ഇതേക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് സ്ത്രീകൾക്കായി നിരവധി തൊഴിൽ പദ്ധതികളും വായ്പാ പദ്ധതികളും കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ മഹിളാ മുദ്രാ യോജന, സ്ത്രീ ശക്തി പദ്ധതി, അങ്ങനെ പലതും ഉണ്ട്. ഓ, അതൊക്കെ ഞങ്ങളെപ്പോലുള്ളവർക്ക് കിട്ടുമോ മെമ്പറെ? അതൊക്കെ കിട്ടും. മുട്ടിയെ തുറക്കാത്ത വാതിലുണ്ടോ ചേച്ചി? എന്നാ നമുക്കൊന്ന് മുട്ടി നോക്കിയാലോടി. അത്രയ്ക്ക് ഗതികെട്ട അവസ്ഥയിലാ ഞങ്ങള്. നിങ്ങൾക്ക് ഒറ്റയ്ക്കോ ഗ്രൂപ്പായോ ചില ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയും. എല്ലാവരും ഒത്തുനിന്നാൽ ഞാൻ ചെയ്തു തരാൻ വേണ്ടത്. എന്നാ വലിയ ഉപകാരമായിരിക്കും മെമ്പറെ. ഈ തൊഴിലുറപ്പ് പണിയൊക്കെ ചെയ്ത് ഞങ്ങളും മടുത്തു. മഞ്ജുളെ, നീ തന്നെ മുൻകൈ എടുത്തൊരു ഗ്രൂപ്പ് ഉണ്ടാക്ക്. എല്ലാവരും കൂടി ഒത്തുചേർന്ന് എന്തേലും സംരംഭം തുടങ്ങാം. അതിൽ നിന്ന് വരുമാനം വന്നു തുടങ്ങിയാൽ നിങ്ങളുടെയൊക്കെ ജീവിതം തന്നെ മാറും. ഞങ്ങൾ റെഡിയാ മെമ്പറേ. സ്ത്രീ ശക്തി വളരണം. ശാക്തീകരണം ഒരു മാതൃകയാക്കി മുന്നോട്ട് പോയാൽ നാരി മികച്ചിടം എന്ന പേര് നേടാം. നാരി മികച്ചിടം നാഥനിലെത്തിടം എന്നല്ലേ പഴമക്കാര് പറയണത്? അതൊക്കെ മാറ്റണം ചേച്ചി. നാരി മികച്ചിടം നാഥനും കുട്ടികളും സന്തോഷത്തോടെ വാഴുന്ന സ്വർഗം എന്നാക്കി മാറ്റണം.